ഇതൊരു പുതിയ ഐറ്റമാണ് കേട്ടോ. വേറെ പുതിയത് ഐറ്റമൊന്നുമല്ല കേട്ടോ. ഇത് ബർഗറാണ്. ഞാൻ വീട്ടിൽ ഉണ്ടാക്കാൻ പോവാണ് ബർഗർ. ഇത് ബീഫ് ബർഗറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ കണ്ടോ, മിൻസ്ഡ് ബീഫ് ഞങ്ങൾ മേടിച്ചിട്ട് ഞാൻ നല്ലതായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി അതിൻ്റെ കുറേ ഫാറ്റൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ കഴിക്കേണ്ടതായതുകൊണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, ബീഫ് കഷ്ണമായിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് മിക്സിയിലൊന്ന് അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ വരും. ചെറിയ ജാറിൽ, മിക്സിയുടെ ചെറിയ ജാറിൽ അടിച്ചിട്ട് കുറേശ്ശെ എടുത്ത് അടിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കിട്ടും നമുക്ക് കേട്ടോ. മിൻസായിട്ട് കിട്ടും. മിൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ചമ്മന്തി പരുവാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഇതിങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് നമുക്കിതൊന്ന് സെറ്റ് ആവാൻ വെക്കണം കുറച്ച് നേരം. അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇത് ഉണ്ടാക്കാൻ നേരം നമുക്ക് അത്രയ്ക്ക് അത് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റ് വെക്കാൻ പോവാണേ. ഇത് ഞാനിങ്ങനെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോകാൻ, ഞാൻ രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 4 എന്താ പറഞ്ഞ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരച്ചതാണേ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കുരുമുളകും കൂടി ഇടുവാണ്. നമുക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണേ. അങ്ങനെ ഞാൻ ഇതന്നെ നമ്മൾ അരച്ച് വെച്ച സംഭവം അരപ്പ് ചേർക്കുകയാണ്. അപ്പോൾ ഇതൊരു 1/2 കിലോളം ബീഫുണ്ട് നമുക്ക്. ആ പാത്രത്തിന് ഞാനൊരു എന്താ പറയുക, ഒരു ടേബിൾ സ്പൂണോളം ഉപ്പിടുവാണേ. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണമല്ലോ. ഓക്കെ, ഉപ്പിട്ടു. നമ്മളിവിടെ ഇപ്പം വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരല്പം മഞ്ഞപ്പൊടിയൊക്കെ ഇടുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, അങ്ങനെ വലിയ കളർ വ്യത്യാസമോ അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല. പിന്നെ നമുക്കൊരു അല്പം മഞ്ഞപ്പൊടി ഇടുമ്പോൾ നമുക്കൊരു മലയാളികൾക്കൊരു സന്തോഷം, നമ്മുടെ ഒരു വിശ്വാസമാണ് ടോക്സിൻസൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഒരു അല്പം മഞ്ഞപ്പൊടി ചേർത്തു. പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കണം. പിന്നെ ഒരല്പം ഗരം മസാല ചേർക്കുന്നു. ഞാൻ പൊടിച്ചെടുത്ത ഗരം മസാല തന്നെയാണ്. ഒരല്പം ചേർക്കുന്നു. ഒരു എന്താ പറയുക, ഒരു 2-3 പിഞ്ച്, 3-4 പിഞ്ച് മാക്സിമം മതി. പിന്നെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുകയാണ്. കൈകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇതെല്ലാം എത്തിക്കുക. നമ്മുടെ ഈ പൊടികളും നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ കൂട്ടുമൊക്കെ കൂടി നന്നായിട്ട് എത്തിക്കുക. ഈ കൂട്ടത്തിൽ തന്നെ നമുക്കിനി ചെയ്യാനുള്ളത് ഒരു മുട്ട ചേർക്കണമുണ്ട്. ഇനി ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുക. പിന്നെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ഈ ഒരു ബാറ്ററിനെ ഇതിപ്പോൾ എത്ര നമ്മൾ മിക്സ് ചെയ്താലും ഇപ്പം മുട്ടയൊക്കെ ചേർത്തു, അപ്പോൾ ഇതിന് ശരിക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പം നമുക്ക് ഇതിനൊരു പിടുത്തം കിട്ടാൻ വേണ്ടി ശരിക്കും നമുക്കിപ്പോൾ ഉരുട്ടിയൊക്കെ എടുത്ത് പരത്തുകയൊക്കെ ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ആക്കാൻ വേണ്ടി കുറച്ചുകൂടെ നമുക്കൊരു കട്ടിക്ക് കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു ബ്രെഡിൻ്റെ ഒരു ബ്രെഡോ ബണ്ണോ എന്താ നമ്മുടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം എന്താ പറയുക, ഒരു ബർഗർ ബണ്ണിൻ്റെ തന്നെ ഒരു ചെറിയൊരു ഭാഗം എടുത്തിട്ട് അതിനിങ്ങനെ കുഞ്ഞായിട്ട് പിച്ച് ചീന്തി അങ്ങ് ഇടുവാണേ. മിക്സിയിലൊക്കെ അടിച്ച് വേണമെങ്കിൽ ഇടാം, സമയമുള്ള പോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്താലും മതി, എളുപ്പമാണ്. ഇങ്ങനെ ചെറുതായിട്ട് ചെയ്തിട്ട് ഇതിനെ അങ്ങ് കൂട്ടത്തിൽ അങ്ങ് വിട്ട് മിക്സ് ചെയ്താൽ മതി. പിന്നെ അന്നേരം അങ്ങ് ആയിക്കോളും. പിന്നെ നമുക്ക് നാളെ ഇതിപ്പോൾ ഞാനിപ്പോൾ രാവിലത്തേക്ക് എടുക്കുകയാണ്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ ആക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം എളുപ്പമാണ്. ഇങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണെങ്കിലും എളുപ്പമാണ്. ഇത് വലിയ പാടൊന്നുമില്ല. ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നമ്മൾ ഇട്ടല്ലോ. ഇപ്പം നോക്കണ്ടല്ലോ, നോക്കാം. ഉപ്പ് കറക്റ്റായിരിക്കും. ഇപ്പം അങ്ങനെ കൂടാനോ പറയാനോ വഴിയില്ലല്ലോ. നമ്മുടെ ഒരു അമിത ആത്മവിശ്വാസം. അപ്പം നമ്മുടെ ഇതിനകത്ത് ഇപ്പം നമ്മൾ ചേർത്തിരിക്കുന്നത് ഗരം മസാലയും വെളുത്തുള്ളിയും പിന്നെ എന്താ പറയുന്നത് സംഭവങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഇങ്ങനൊരു രീതിയിൽ ബർഗർ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ യൂറോപ്യൻ സ്റ്റൈലിൽ കിട്ടുന്ന ബർഗറൊന്നും ഇങ്ങനൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പൊതുവെ ഇവിടുന്ന് ഇതാണ് ഞങ്ങൾ മക്ഡൊണാൾഡ്സിൽ പോയി കഴിച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതേപ്പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ബോംബെയിലൊക്കെ വെച്ച് അതേ സമയം കഴിച്ചതല്ലേ, നല്ലൊരു ബർഗറൊക്കെ ആയിരുന്നു അവിടെ വെച്ചൊക്കെ കിട്ടുന്നത്. കുറച്ചുകൂടെ ആഡ് ചെയ്യുള്ളൂ. ഇന്ത്യൻ സ്റ്റൈലാകുമ്പോൾ കുറച്ചും കൂടെ നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് കുറച്ചും ഇഷ്ടപ്പെടും. പക്ഷേ ഇവിടെ അത്ര ആഡ് ചെയ്യില്ല. ഒരു കറക്റ്റ് ഡയറക്റ്റ് അങ്ങ് ബീഫിനെയൊക്കെ എടുത്ത് അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇച്ചിരി മേ ബി പെപ്പർ വല്ല ഒന്ന് ആഡ് ചെയ്താൽ തന്നെ വലിയ കാര്യമായി. ഇവിടെ ഓൾറെഡി ഇങ്ങനെ കിട്ടും കേട്ടോ. ഇതിപ്പം ഇവിടെയൊക്കെ മിക്കവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണക്കത്തെ ബണ്ണ് വാങ്ങും, ബർഗർ ബണ്ണ് വാങ്ങാൻ കിട്ടും. അങ്ങനെ അത് വാങ്ങിയിട്ട് പിന്നെ ഈ ബർഗർ ബണ്ണിനകത്തേക്ക് വെക്കാനുള്ള സംഭവം ശരിക്കും അവരിങ്ങനെ ഉരുട്ടിയിട്ട് അതിങ്ങനെ കറക്റ്റ് പരത്തി മെഷീനായിരിക്കാം മേ ബി അങ്ങനെ തന്നെ ആക്കിയിട്ട് അത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് എളുപ്പം ഇവിടെ അതിങ്ങനെ വരത്തിയിട്ട് അതിങ്ങനെ ജസ്റ്റ് വറുത്തെടുക്കുക, ഇതിനകത്ത് വെച്ച് ഫില്ലിങ് ബാക്കി ഉണ്ടാക്കിയാൽ മതി.
നമ്മളിങ്ങനെ പക്ഷേ ചെയ്യുമ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ശരിക്കും നമുക്കാണെങ്കിലും ഒരു സാറ്റിസ്ഫൈ തോന്നും, ഒരു ബർഗർ കഴിച്ചായിട്ടൊക്കെ ഒരു ഫീൽ ചെയ്യും. എന്നാൽ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതെല്ലാം നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനില്ല. അവസാനം പുറത്തുനിന്ന് ഒരു ബർഗർ കഴിച്ചാൽ നമുക്ക് ടെൻഷനോ ബർഗർ നിന്നിട്ടുണ്ട് എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം എല്ലാം നമ്മൾ മാക്സിമം എന്താ പറയുന്നത് ആരോഗ്യകരമായി ചെയ്യുകയാണെങ്കിൽ അത്ര നമുക്ക് ബെനിഫിറ്റേ ഉള്ളൂ, നമുക്കതുകൊണ്ട് ദോഷം വരില്ല. ഓക്കെ, എൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിനി ഒരു ക്ലിപ്പ് പേപ്പർ വെച്ച് പൊതിഞ്ഞ് ഞാനിത് കണക്ക് ഫ്രിഡ്ജ് വെക്കുവാണേ. ഇതിനകത്ത് നന്നായിട്ടപ്പോൾ പിടിക്കും നാളത്തേക്ക്. എന്നിട്ട് ഞാൻ നാളെ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് സംഭവം പരത്തി വെക്കത്തുള്ളൂ. ഓക്കെ, ഞാനൊന്ന് ക്ലിപ്പ് പേപ്പർ കൊണ്ട് ഫോയിലൊക്കെ ചെയ്ത് മൂടിയിട്ട് ക്ലിപ്പ് പേപ്പർ കൊണ്ടൊന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജ് വെക്കാൻ പോകും. ഞാനിതിൽ എന്താ പറയുക കവർ ചെയ്തു, ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണേ ഒന്ന് ജസ്റ്റ് സെറ്റ് ആവാൻ വേണ്ടി. മാക്സിമം 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ വെക്കുവാണെങ്കിൽ തന്നെ നല്ലതായിരിക്കും. നന്നായിട്ട് ഇത് പിടിക്കും. 2 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വെച്ചാൽ. ഇതിപ്പോൾ ഞങ്ങൾ ഓവർനൈറ്റ് വെക്കുമ്പം അത്രയും കൂടെ നന്നായിട്ട് പിടിക്കും, നല്ലതായിരിക്കും. ചൂടാക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എണ്ണ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് വെച്ചിരിക്കുന്നത് ഇന്നലെ കുഴച്ച് വെച്ചതാണ്, നമ്മൾ ഇന്നലെ കാണിച്ചില്ലേ, കുഴച്ച് വെച്ചാണ്. ഞാൻ ഒന്നും കൂടെ ഒന്ന് കുഴയ്ക്കുവാണിത്. എന്നിട്ട് നമുക്കിതിനെ ഒരു 7 ബർഗർ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ 7 പറ്റുമോ നോക്കണം. 7 ബർഗറിനുള്ള സംഭവമാക്കി എടുക്കാൻ നോക്കണം ഇത്. കാരണം ഒരുപാട് ചെറിയ രീതിയിലാക്കിയാലും കൊള്ളില്ല. അത്യാവശ്യം നമുക്ക് ബർഗർ ബണ്ണിനകത്ത് നിൽക്കണമല്ലോ. ബർഗർ ബണ്ണ് നമ്മളിതാണ് മേടിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സീഡഡ് ബർഗർ ബണ്ണാണ്. സീഡ്ലെസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് മേടിക്കാം. ഇതിപ്പം സീഡുള്ളതാണ് വാങ്ങിയിരിക്കുന്നത്. നമ്മൾ ഓരോന്നുമായിട്ട് ഇങ്ങനെ എടുക്കുക. കുറച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോ ഇതെടുത്ത് ഓരോന്നും എടുത്ത് ഒരു പീസ് ബോൾ പോലെ ആക്കി ബീഫിനെ. എന്നിട്ട് നമ്മളിങ്ങനെ പരത്തുക, കൈ കൊണ്ട് തന്നെ വെച്ചിങ്ങനെ പരത്തുക. ഒരുപാട് തിന്നാവുകയും ചെയ്യല്, ഒരുപാട് തിക്കാവുകയും ചെയ്യരുത്. തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ചുരുങ്ങും. ഇതിപ്പം നമ്മൾ അടുപ്പത്തിട്ട് കഴിയുമ്പോൾ ചിലപ്പം ഇത് ഇത്രയും വളരെ ചെറുതായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത്രയും കൂടെ ഒരു ഇതാക്കുകയും നമ്മൾ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ബീഫ് ഉപയോഗിക്കുക. മെറ്റീരിയൽ മാക്സിമം നമുക്ക് വേണം, എങ്കിലേ ഉള്ളൂ ഇതിങ്ങനെ ചുരുങ്ങിയാലും നമുക്ക് കൃത്യം പെണ്ണിനകത്ത് നിൽക്കുന്ന ഒരു വലുപ്പത്തിൽ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഇത്ര ഒരു വലുപ്പത്തിലാക്കി എടുക്കുവാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് ചുരുങ്ങും. എന്നാലും ഞാൻ ഇടുകയാണ്. ഒരെണ്ണം ഇട്ടു, ഞാൻ ഒരെണ്ണം കൂടെ റെഡിയാക്കും. അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഞാൻ റെഡിയാക്കുവാണ്. ഇങ്ങനെ ആദ്യം ഉണ്ട റെഡിയാക്കുന്നു. എന്നിട്ട് പിന്നെ ഞാൻ നന്നായിട്ട് ഇത് ഉണ്ടയാക്കിയെങ്കിലും നമുക്കിങ്ങനെ ഈ ഒരു പീസ് ഇങ്ങനെ ഒരു ഇതിൽ വരത്തി കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. ഇങ്ങനെ വരത്തി നമ്മളിതിനെ നല്ല രീതിയിൽ കുറച്ചും കൂടെ പരത്തുന്നു. രണ്ടെണ്ണം ഒറ്റ കൈ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുന്ന രീതി നോക്കാം. മൊത്തക്കാക്ക ശ്രമിക്കുക. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് ചിലപ്പം ഇതിപ്പോൾ തന്നെ ഇതിൻ്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒന്ന് കുറയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ സ്പേസ് കിട്ടും. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി ഇടാൻ പറ്റും. ആ ഒരു ടൈമിൽ നമുക്ക് ഒരെണ്ണം കൂടെ റെഡി ആക്കുവാണ് ഞാനിവിടെ. ഒട്ടും എന്താ പറയുന്നത് ഇന്ധനം കളയണ്ട. അപ്പം നമുക്ക് മാക്സിമം ഇന്ധനം ലാഭിച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കറിയാം നമ്മൾ ആദ്യം ഇട്ട ഇതാണ് കേട്ടോ. എല്ലാത്തിൻ്റെ ഒന്ന് വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇട്ടത് ഇതാണ്. അതിനെ ഞാനൊന്ന് മറിച്ചിടുകയാണ്. രണ്ടാമത് ഇട്ടതിനൊന്ന് മറിച്ചിടുകയാണ്. ഇതിലല്പം കഴിഞ്ഞിട്ട് ഇതിനൊന്ന് മറിച്ചിടാം. ഇതിൻ്റെ ഏകദേശം അതിന് ഒരു തവണ കൂടെ മറിച്ചിടണം. ഇവർക്ക് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന കൂടെ ഒക്കെ ഒന്ന് മെരിഞ്ഞിട്ട്. ഇത് നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഡീപ് ഫ്രൈ അല്ല, ഏകദേശം ഒരു ശാലോ ഫ്രൈയുടെ അതുപോലെയാണ് ഏകദേശം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പം പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അവർ മാക്സിമം ഡീപ് ഫ്രൈ ഒക്കെ ചെയ്തും പിന്നെ നമ്മൾ അവരൊക്കെ അറിയാമല്ലോ, അവർ മെഷീൻ്റെ ഇത് വെച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് റൗണ്ടൊക്കെ എടുക്കുന്നത്. അപ്പം ഇത് കുറച്ചും കൂടെ ഒക്കെ കറക്റ്റായിട്ടാണ് കിട്ടും. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റുമാണ്. പിന്നെ നമുക്ക് തന്നെ അറിയാം നമ്മളെല്ലാം നാച്ചുറൽ പ്രോഡക്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാക്സിമം കഴിക്കാനും പറ്റും. നമുക്കങ്ങനെ ദോഷം ഉണ്ടാകത്തില്ല ഇത് കഴിക്കുന്നതുകൊണ്ട് തന്നെ. ഇത് പറയുമ്പോൾ ഇതൊരു ജങ്ക് ഫുഡ് ഐറ്റം ആണ്. എങ്കിൽ പോലും നമ്മൾ ബീഫ് കഴിക്കുന്നത് എങ്ങനെയാണ്, ബീഫും പെണ്ണും കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്രയൊക്കെ തന്നെ നമ്മുടെ ഉള്ളിൽ ഫാറ്റ് ചെല്ലുന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ, മീൻസ് ആണെങ്കിൽ പോലും ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞൊക്കെ എടുത്തപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഫാറ്റും കൂടെ ഒക്കെ പോയി. മാക്സിമം ഫാറ്റ് കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് വീട്ടിലാകുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ്. നമ്മുടെ ആഗ്രഹത്തിൽ നമുക്ക് കഴിക്കാനും പറ്റും. പുറത്ത് പോയി കുറേ പൈസ കളയുകയും വേണ്ട. കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് നമുക്ക് ഇന്ത്യക്കാർക്കാകുമ്പോൾ കുറച്ചും കൂടെ സ്പൈസി ഒക്കെ ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിൽ റെഡിയാക്കാം.
നമ്മളിപ്പോൾ വേണ്ട ഇതിന് വേണ്ട ബർഗറിനകത്ത് വെക്കുന്ന സംഭവം ഈ സമയത്തുള്ള നമുക്ക് റെഡിയാക്കാം. അതുകൊണ്ട് ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വളരെ ചെറുതായിട്ട് ഇത് കണക്ക് എന്താ പറയുക ടൊമാറ്റോ ഇങ്ങനെ അരിഞ്ഞ് വെക്കുന്നു. അപ്പം ഇത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ലെറ്റ്യൂസ് റെഡിയാക്കണം. കഴുകിക്കൊണ്ട് വരാം. ഈ സമയത്തിനുള്ളിൽ നമുക്ക് ഇതൊക്കെ ഒന്നുകൂടെ തിരിച്ച് മറിച്ചൊക്കെ ഒന്നിടാം. കുറച്ചും കൂടെ ഒക്കെ മൊരിച്ചെടുക്കാം. ഇതിന് വേണ്ടി ലെറ്റ്യൂസ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഇത് 1-2 ഒക്കെ വെച്ച് ഒരു ബർഗറിൽ വെച്ച് നമുക്ക് ബാക്കി ഐറ്റംസൊക്കെ ചേർക്കാൻ പറ്റും. അപ്പം ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്താ പറയുക ഇതിട്ടിട്ട് വേണം എടുക്കാൻ. കാരണം നമ്മുടെ ഈ ചൂട് എന്നിട്ട് നമ്മുടെ ഈ എന്താ പറയുക ചീസ് ഒന്ന് ശരിക്കും ഒന്ന് അലിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിന് എടുക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് ഇതിപ്പോൾ എന്താ ചൂട് ചെല്ലുമ്പോൾ തന്നെ ഇത് അലിയാൻ തുടങ്ങും കുട്ടിയത്. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിന് എടുക്കുവാണ്. വെച്ചു. ഇവിടെ ഇപ്പം നമ്മൾ ബർഗറിനുള്ള ബീഫ് പിന്നെ പ്ലസ് നമ്മുടെ ചീസ് ഒക്കെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 6 ബർഗർ ഉണ്ടാക്കാനുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ മേടിച്ച ചീസ് കേട്ടോ. ലോ ഫാറ്റ് ഹീസി സിംഗിൾസ് എന്ന് പറഞ്ഞ ചീസാണ്. ഇതിൻ്റെ അകത്ത് ഇത് നമ്മൾ ജസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചെന്ന് തോന്നുന്നു. വറുത്തെടുക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഈ ചീസ് വെച്ചിരിക്കണം. കാരണം ഇത് ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ ഈ ചീസ് വെച്ചെങ്കിൽ ആ ചീസ് ഇങ്ങനെ ഉരുകി വരത്തുള്ളൂ, എങ്കിലേ അതൊരു ടേസ്റ്റ് ആകത്തുള്ളൂ. അപ്പോഴത്തെ ബർഗർ ബണ്ണ് നമ്മളെടുത്തു. ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ബർഗർ സോസ് അല്പം ഇടുന്നു. ഓക്കെ, നമുക്ക് ഒരു ടൊമാറ്റോ, ഒരു ഒനിയൻ. ഇനി അതിന് ശേഷം നമ്മൾ മേലേക്ക് നമ്മുടെ ബീഫ് വെക്കുകയാണ്. ഇനി നമ്മൾ ഇതിലെടുത്ത് നമ്മുടെ ഇത് വെച്ചു, നമ്മുടെ ബർഗറിൻ്റെ മെയിൻ ഐറ്റം ലെറ്റ്യൂസ് വെച്ചു. ഇനി നമുക്ക് മയോനൈസ് നമ്മൾ ഇതേ പുറത്തുള്ള ഇതെങ്ങനെയാണ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയൊക്കെ ചെയ്യാം. പുറത്തുള്ള ഇതിൽ ചേർക്കുന്നു. എങ്ങനെയാണ് ഇതെല്ലാം എത്തിയാൽ മതി അകത്ത്. ഇതിങ്ങനെ വെച്ചു, ഇതിങ്ങനെ പൊതിയുന്നു. ഇതിപ്പോൾ ഒരു ബർഗർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളെല്ലാ ബർഗറും കൂടെ ഒന്ന് റെഡി ആക്കട്ടെ. ഇതാണ് നമ്മുടെ ബർഗർ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ബർഗർ റെഡി ആയിട്ടുണ്ട്. ഒരു 6 ബർഗറോളം നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം കഴിക്കാം. നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് അത്ര ഒരു വിശ്വാസ്യതയോടെ കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ്. പിന്നെ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കുക കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. അങ്ങനെ ശരി, ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ പോയി നമ്മൾ കഴിച്ച് കുഞ്ഞുങ്ങൾക്ക് മേടിച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിലിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ ചാനൽ.